ഈ വർഷത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിലേക്ക്, അത് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാനുള്ള അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ആണ് ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യമുള്ളത്. അതുപോലെ തന്നെ 27-ാം തീയതി വൈകുന്നേരമല്ല, ഉച്ചയ്ക്ക് 2 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ സമർപ്പിക്കാൻ സാധിക്കുക. 21 എന്ന് പറയുന്നത് നാളെയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. അതായത് ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് MBBS BDS കോഴ്സിലേക്കുള്ള സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒഴിവ് വന്നിട്ടുള്ള സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ച കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിനായിട്ട് നാളെ, അതായത് നവംബർ 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈൻ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ഹോം പേജിൽ പ്രവേശിച്ച് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടും എന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് നടക്കാതെ ഒഴിവരുന്ന സീറ്റുകളിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ സീറ്റുകൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് പറയുന്നത്. അടുത്തതായിട്ട് 3-ാം ഘട്ടം, അതായത് ഈ ഒരു ഫേസ് 3 അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിനെ തുടർന്ന് കോളേജിൽ പ്രവേശനം നേടിയവർക്ക് ഈ ഒരു സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഫേസ് 3, അതായത് 3-ാം ഘട്ടം അല്ലെങ്കിൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. 3-ാം ഘട്ട അലോട്ട്മെൻറ്റുകളെ തുടർന്ന് പ്രവേശനം നേടിയ കോളേജിൽ നിന്നും 15/10/2024 ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം, അതായത് 9/10/2024 പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വിജ്ഞാപന പ്രകാരം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ, അതായത് ഈ ഒരു TC വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ ലഭിക്കുന്ന സീറ്റുകളിൽ പിന്നീട് യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നതല്ല. സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള MBBS BDS സീറ്റുകൾ ഈ ഒരു ഘട്ടത്തിൽ നൽകിയ ഓപ്ഷനുകൾ പരിഗണിച്ച് 2-ാം ഘട്ട സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ നികത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ഇപ്പോഴും പ്രവേശനത്തിൽ തുടരുന്നതും ആയവർക്ക് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. അതുപോലെ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ശേഷം അഖിലേന്ത്യാ കോട്ട കൗൺസിലിംഗിൽ പങ്കെടുത്തിട്ടുള്ളവരുടെ അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റ് MCC നൽകുന്നതാണ്. പ്രസ്തുത ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ അവർ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിരുന്നാൽ പോലും ഈ ഒരു സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതുപോലെ ഇതിനായിട്ട് ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള, അതായത് ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖേനയോ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗവൺമെൻറ് MBBS BDS കോഴ്സുകളിലേക്ക് മാത്രം ഓപ്ഷൻ നൽകാനായിട്ട് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് 10,000 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് MBBS BDS കോഴ്സുകളും സ്റ്റാർ MBBS BDS കോഴ്സുകളും ഉൾപ്പെടെ ഓപ്ഷനുകൾ നൽകുന്നതിന് 50,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ജുവനൈൽ ഹോം, അതുപോലെ തന്നെ ഈ ഒരു നിർഭയ ഹോം, അതുപോലെ ശ്രീചിത്ര ഹോം, അതുപോലെ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 5,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടത്. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾ ശാസ്ത്ര കോളേജിലെ NRI മൈനോറിറ്റി സീറ്റുകളിലേക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ഖണ്ഡിക പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾക്കും ബാധകം ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫീസ് ഇളവിന് അർഹതയില്ലാത്തതും ആയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നിങ്ങൾ അടച്ച തുക രജിസ്ട്രേഷൻ ഫീസിനേക്കാൾ അധികം ആണ് എങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ അടക്കേണ്ടതില്ല. അതായത് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ മുൻ അലോട്ട്മെൻറ്റ് മുഖേന MBBS BDS കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുകയും അതിനുശേഷം TC വാങ്ങുകയും, അതായത് 9/10/2024 വിജ്ഞാപന പ്രകാരം നിശ്ചിത തീയതിക്കുള്ളിൽ TC വാങ്ങുകയും ചെയ്ത വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടച്ച തുക രജിസ്ട്രേഷൻ ഫീസിനേക്കാൾ അധികം ആണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് അടക്കേണ്ടതില്ല. എന്നാൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടച്ച തുക രജിസ്ട്രേഷൻ ഫീസിനേക്കാൾ കുറവാണെങ്കിൽ ബാക്കി തുക അടക്കേണ്ടതാണ്. പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ അലോട്ട്മെൻറ്റിലൂടെ MBBS BDS കോഴ്സ് ഒഴികെയുള്ള കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾക്ക് അടച്ച തുക രജിസ്ട്രേഷൻ ഫീസിനത്തിൽ വകയിരുത്തുന്നതല്ല. അത്തരം വിദ്യാർത്ഥികൾ മേൽ പറഞ്ഞ ഖണ്ഡികയിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രകാരം മുഴുവൻ തുകയും അടയ്ക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓപ്പൺ ചെയ്ത ശേഷം KEAM 2024 കാൻഡിഡേറ്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന സ്റ്റേ വേക്കൻസി രജിസ്ട്രേഷൻ പേജിൽ നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരവർക്ക് ബാധകമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് നിശ്ചയിക്കപ്പെടുന്നതാണ്. സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ ബാധകമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് അടച്ച ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരിക്കൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് രജിസ്ട്രേഷൻ ഫീസിൽ ഒരു തരത്തിലുള്ള മാറ്റം അനുവദിക്കുന്നതല്ല. അതിനാൽ രജിസ്ട്രേഷൻ ഫീസ് നിശ്ചയിക്കുന്നതിനായിട്ട് വിവരങ്ങൾ നൽകുമ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗവൺമെൻറ് മെഡിക്കൽ ദന്തൽ കോളേജിൽ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ തുക അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോഴ്സുകളുടെ ഫീസ് ഇനത്തിൽ വകയിരുത്തും.
സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഫീസ് MBBS PTS കോഴ്സിലേക്കുള്ള പ്രവേശന നടപടികൾ അവസാനിച്ച ശേഷം തിരികെ നൽകുന്നതാണ്. അതുപോലെ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജ് അതുപോലെ ദന്തൽ കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരുടെ രജിസ്ട്രേഷൻ ഫീസ് അഡ്മിഷൻ നടപടികൾ പൂർത്തിയായ ശേഷം തിരികെ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിലും അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റിലൂടെ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങുന്ന വിദ്യാർത്ഥികളെയും അവരവർക്ക് ബാധകമായിട്ടുള്ള ആ രജിസ്ട്രേഷൻ ഫീസ് പെനാൽറ്റി ആയിട്ട് കണക്കാക്കുന്നതും തിരികെ നൽകുന്നതുമല്ല. കൂടാതെ ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്നും പ്രോസ്പെക്ടസ് ക്ലോസ് 12.2.4 പ്രകാരം പിഴ ഈടാക്കുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾ പ്രവേശനം നേടുകയും അതുപോലെ തന്നെ പഠനം തുടരുകയും ചെയ്യും എന്നുറപ്പുള്ള കോളേജിലേക്കും കോഴ്സിലേക്കും മാത്രം ഓപ്ഷനുകൾ നൽകാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു നവംബർ 27-ാം തീയതി, അതായത് നാളെ ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. അത് നവംബർ 27-ാം തീയതി ഉച്ചയ്ക്ക് 2 PM വരെയാണ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം. 27-ാം തീയതി വൈകുന്നേരത്തോടെ തന്നെ താൽക്കാലിക അലോട്ട്മെൻറ്റ് വരും. അതിനുശേഷം 28-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. 29-ാം തീയതി മുതൽ ഡിസംബർ 2-ാം തീയതി വരെ നിങ്ങൾ കോളേജിൽ എന്തെങ്കിലും ഫീസും കാര്യങ്ങളൊക്കെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അടച്ച ശേഷം കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതും ആണ്. അതിനുശേഷം ഈ ഒരു ഡിസംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈ ഒരു CEയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.